ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയ 7. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ എല്ലാവരും സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫേസ് വാഷ് അല്ലേ? ഫേസ് വാഷ് യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. ഈ ഫേസ് വാഷ് നമുക്ക് മാർക്കറ്റിൽ പല റേറ്റില് പല ബ്രാൻഡിന്റെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കാറില്ല, അതിനാരും മെനക്കാടാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നമ്മൾ ഫേസ് വാഷ് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫേസ് വാഷിനേക്കാൾ എന്തുകൊണ്ടും വളരെ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് 2 ആഴ്ചയോളമായിട്ട്, ഇത് കണ്ടാൽ തന്നെ അറിയാം നിറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇത് യൂസ് ചെയ്തിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇത് ഞാൻ 2 ആഴ്ചയോളം യൂസ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം വേണമല്ലോ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ 2 ആഴ്ച ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന വഴി ഒരുമാതിരിപ്പെട്ട സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല. സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ പിമ്പിൾസ് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ സ്കിൻ അങ്ങനെ ഒരുപാട് ഡ്രൈ ആകുന്നില്ല. പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു ഫേസ് വാഷിനുണ്ട്. ഈ ഫേസ് വാഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ കുട്ടി ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കൊച്ചു ഫാമിലിയിൽ മെമ്പർ ആകുന്നതിന് വേണ്ടി താഴെ കാണുന്ന കുഞ്ഞു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി വെക്കാൻ മറക്കരുത്. നമുക്ക് എന്നാൽ എങ്ങനെയാണ് ഈ ഫേസ് വാഷ് ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്തതെന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ബൗൾ കുക്കുംബർ ജ്യൂസാണ്. പ്യുവർ ആയിട്ടുള്ള കുക്കുംബർ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. സാലഡ് കുക്കുംബറാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് പിമ്പിൾസ് ഒക്കെ വരുന്ന ഫേസ് ഉള്ളവരാണ് എങ്കിൽ ഈ കുക്കുംബർ ജ്യൂസിന് പകരം നീമിൻ്റെ ലീഫ് എടുത്ത് അരച്ച് നമുക്ക് ജ്യൂസ് എടുക്കാമല്ലോ. അങ്ങനെ ജ്യൂസ് എടുത്ത് ആ ജ്യൂസായാലും ചേർത്താൽ മതി. പിമ്പിൾസ് ഉള്ളവർക്ക് അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 2 ടേബിൾ സ്പൂണ് ഡവിൻ്റെ സോപ്പാണ്. അത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡവിൻ്റെ സോപ്പ് തന്നെ എടുക്കണമെന്നില്ല. ക്രീമി ആയിട്ടുള്ള ഏത് സോപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് 1 ബൗള് റോസ് വാട്ടറാണ്. ഈ റോസ് വാട്ടർ ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള റോസ് വാട്ടർ തന്നെയാണ്. റോസ് വാട്ടർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് താഴെ കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഹാഫ് ലെമൺ ആണ് വേണ്ടത്. ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ വളരെ നല്ലതാണ് സ്കിന്നിന്. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് പുതിയ സെൽസൊക്കെ ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്. അതുപോലെ തന്നെ പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കുന്നതിനും ഈ ഒരു ലെമൺ ചേർക്കുന്നത് വഴി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലെമൺ യൂസ് ചെയ്യുന്നത് വഴി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ റോസ് വാട്ടറിൽ ജ്യൂസിൻ്റെ ഒക്കെ അകത്ത് കിടന്ന് ഈ ഡവിൻ്റെ സോപ്പ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. അതുവരെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതിപ്പം കുറച്ച് സമയം വേണം ഇതൊന്ന് മിക്സ് ആക്കി കിട്ടണമെങ്കിൽ. ബീറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ബീറ്റർ ഇല്ല എങ്കിൽ ഇങ്ങനെ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കറക്കി കഴിയുവാണെങ്കിൽ കുറേയൊക്കെ ഒന്ന് മിക്സായി കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാൻ ശ്രമിക്കണം. ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ ആ സോപ്പ് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് പതയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കുക്കുംബർ ജ്യൂസൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കൊണ്ട് തന്നെ ഒരുപാട് കാലം നമുക്ക് വെളിയിൽ വെച്ചേക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ഒക്കെ എടുത്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഇത് ഒരു ചെറിയൊരു ബോട്ടിലിലേക്ക് ആക്കുന്നുണ്ട്. എടുക്കാൻ എളുപ്പത്തിന് ബോട്ടിലിലാക്കി ഫ്രിഡ്ജിലാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ട്രസ്റ്റ് മീ ഫ്രണ്ട്സ്, ഉറപ്പ് ഞാൻ തരികയാണ്, ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന വഴി ഒരു രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കുക്കുംബർ യൂസ് ചെയ്തിട്ടുണ്ട്. കുക്കുംബറിന് പകരം നമ്മുടെ സ്കിന്നിന് ചേരുന്ന എന്താണോ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നീം ചേർക്കുന്നവർക്ക് ഇതിന് പകരം നീം ചേർക്കാവുന്നതാണ്. ടെർമറിക് ചേർക്കുന്നവർക്ക് അത് ചേർക്കാവുന്നതാണ്.
പിന്നെ കുക്കുംബറാണെങ്കിൽ കുക്കുംബർ, അതല്ലെങ്കിൽ ടൊമാറ്റോ, നമുക്ക് ഇഷ്ടമുള്ള എന്തോ അത് നമുക്ക് ഇതിൽ ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളതും നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയാണിത്. ഞാൻ ഇതിനി ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കോയിൻ സൈസ് മാത്രം ഫേസ് വാഷ് നമുക്ക് എടുത്താൽ മതി, അത് തന്നെ ധാരാളമാണ്. അതിന് നമ്മൾ സാധാരണ ഫേസ് വാഷ് ഇടുന്ന പോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഒരു കോയിൻ സൈസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് നെക്കും ഫേസും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ഡവിൻ്റെ സോപ്പാണല്ലോ. ഡവിൻ്റെ സോപ്പ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. സ്കിന്നിന് പോഴ്സിൽ അടഞ്ഞുകൂടിയിട്ടുള്ള എക്സസീവ് ഓയിൽസിനെയും ഡേർട്സിനെയും പൊല്യൂഷനൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ ക്രീമി ആയിട്ടുള്ള ഡവ് സോപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ആകുകയും അതുപോലെ തന്നെ കുക്കുംബറിൻ്റെയും ലെമണിൻ്റെയും ആ ഒരു ഗുണങ്ങളും കൂടെ നമ്മുടെ സ്കിന്നിന് ലഭിക്കുകയും ചെയ്യുന്നു. ഫേസ് വാഷ് ലേഡീസിനും ജെൻസിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ പ്രിയ. ടാറ്റ.